സന്ദ്രി, നാളെയാണ് വിഷു. നാളെ വിഷു ആയോണ്ടല്ലേ ചേച്ചി നമ്മൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചാ? നാളെ വിഷുവായിട്ട് നീ എനിക്ക് കൈനീട്ടമൊക്കെ തരാനുള്ളതാണ്. നിന്നിൽ നിന്നും ഞാൻ ഒരു വലിയ തുകയാണ് പ്രതീക്ഷിക്കുന്നത്. അയ്യോ, ചേച്ചിക്ക് വേണ്ടി ഞാൻ ഒരു 10,001 രൂപ മാറ്റിയിട്ടിട്ടുണ്ട്. രാവിലെ വന്നാ കൈനീട്ടി ഉടനങ്ങ് വിട്ടുതരാം. പണ്ടത്തെ വിഷു പോലല്ലേ ഇപ്പോഴത്തെ വിഷു. അതെന്ത്? പണ്ടത്തെ വിഷു പണ്ട് എന്തൊരു ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചതേ, പണ്ടാണെങ്കിൽ വിഷുവിന്റെ അന്ന് വീട്ടിലെല്ലാരും ഒത്തുകൂടി ചക്കയും മാവും പിന്നെ കണിക്കൊന്നയൊക്കെ വെച്ച് കണിയൊക്കെ കണ്ട് ഒരു സദ്യയൊക്കെ ഉണ്ടാക്കി. ആ പുളിശ്ശേരിയിലെ സ്വാദിന്റെ നാവിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. എവിടെ നോക്കട്ടെ. ഇത്രയും വർഷമായിട്ട് സ്വാദ് പോയിട്ടില്ലേട്ടാ. കണിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, നാളെ പുതുവർഷമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ എന്റെ കണിയായിട്ട് ഫ്രണ്ടിലൊന്നും വന്ന് നിൽക്കരുതേ. ഇതൊരു അപേക്ഷയാണ്. എനിക്കും അത് തന്നെ പറയാനുള്ളത്. രാവിലെ ആകുമ്പോ മുളക് പൊടി തീർന്ന് മല്ലിപ്പൊടി തീർന്നെന്നും പറഞ്ഞ് എന്റെ വീട്ടിന്റെ മുമ്പിലെങ്ങാനും വന്ന് നിന്നാലാണ് മടല് വെട്ടി മുട്ടാല് തല്ലി ഓടിക്കുന്നേ. സന്ദ്രി, എങ്കിൽ വേണ്ട, കമ്പിപ്പാറയിട്ടടിക്കാൻ. സന്ദ്രി. ഹലോ അമ്മമ്മ, എന്താ? നാളെയാണ് വിഷു. 3000 രൂപയാണ് വിഷു കൈനീട്ടായിട്ട് പ്രതീക്ഷിക്കണേ. ഗൂഗിൾ പേ അയച്ചേക്കണേ. കൊച്ചു കഴിവേറി, കഴിഞ്ഞ വിഷുവിന് നീ എന്നെ വിളിച്ചതല്ലേടാ. ഇതിനിടയ്ക്ക് ഞാൻ ജീവൻ ഉണ്ടാകുന്ന നീ വിളിച്ചിട്ടിരിക്കാടാ. അമ്മൂമ്മ 100 വർഷം വരെ ജീവിച്ചിരിക്കും. അപ്പോഴെനിക്ക് 100 വർഷം കൈനീട്ടം കിട്ടുമല്ല. പക്ഷെ നീ അധികം നാളെ ജീവിച്ചിരിക്കൂലടാ. അതെന്ത്? ആരെങ്കിലും തല്ലിക്കൊല്ലും. അങ്ങനെയൊന്നും ഒരിക്കലും പറയല്ലേ അമ്മൂമ്മ. അമ്മൂമ്മയെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. പക്ഷെ വിളിക്കാൻ നേരം ഫോണിന്റെ പ്ലാൻ എക്സ്പയർ ചെയ്യാം. റീചാർജ് ചെയ്തിട്ട് വിളിക്കണമെന്ന് വിചാരിച്ചാ അമ്മൂമ്മയെ വിളിക്കാനുള്ള കാര്യം മറന്നും പോവും. നിങ്ങൾ പൈസ അയച്ചേക്കണേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാൻ ശ്രമിക്കാം. ഹലോ മാധവ മാമൻ. ഹലോ മാമ, നാളെ വിഷുവാണ്. വിഷു കഴിഞ്ഞിട്ട് മറക്കല്ലേ. ഞാൻ ഒരു 15 രൂപ ഗൂഗിൾ പേ അയച്ചേക്കാം. പിന്നെ നാളെ നിങ്ങളെ വീട്ടില് 4 കൂട്ടം പായസവും സദ്യയല്ലേ? പിന്നെ ഞാൻ രാവിലെ എത്താം. ഹലോ 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 മാധവ മാമ, കേൾക്കുന്നില്ല. ഹലോ, നിങ്ങൾ ഇപ്പോൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ നിലവിലില്ല. ദയവായി 2 കൊല്ലങ്ങൾക്ക് ശേഷം വിളിക്കൂ. इस आप व्यक्ति को कॉल किया है नंबर वह अभी दूसरे कॉल पर व्यस्त है. कृपया करें और कुछ समय 2 साल के बाद कॉल करें. കോവാല, നാളെ വിഷുവായിട്ട് എന്റെ കയ്യിൽ ഒരു ചില്ലി പൈസ പോലും എടുക്കാനില്ല. അമേസിംഗ് രവി ചേട്ടാ, അമേസിംഗ്. എന്തൊരവസ്ഥയാടാ എന്തോ. എന്റെ രഘു ചേട്ടാ, നിങ്ങൾ എങ്ങനെ എപ്പോഴും പൈസ ഇല്ല എന്ന് പറയല്ലേ? കേൾക്കുമ്പോ എന്തോ പോലെ. പിന്നെ എന്തൊരു പറയണം? ഐ ഹാവ് നോ മണി എന്ന് പറ. സ്റ്റാൻഡേർഡ് അല്ലേ? വിഷുവായിട്ട് പൈസ എടുക്കാനില്ലെന്ന് വെച്ചാ കോവാല, നിന്റെ ഒരു 5000 മറിക്കാൻ കാണൂടാ. മറിയാ? ഞാൻ വേണമെങ്കിൽ 2 മലക്ക ഇവിടെ കിടന്ന് മറിയാ. എന്റെ എവിടെ നിന്ന് രഘു ചേട്ടാ പൈസ? അല്ലടാ, നമുക്ക് എന്തെങ്കിലും ചെയ്ത് ഒപ്പിക്കാൻ പറ്റുമോ പൈസ? പൈസ അല്ലേ, ആലോചിക്കട്ടെ. ഒരു സ്കീമുണ്ട്. എന്തൊരു സ്കീമടാ? വിഷുക്കാലല്ലേ രഘു ചേട്ടാ, നമുക്ക് 100 മാങ്ങ, 50 ചക്ക, കുറച്ച് കണിക്കൊന്ന എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വിൽക്കാൻ വെക്കാം. അല്ല, 10000 രൂപ വരെയെങ്കിൽ നമ്മളെ കയ്യിൽ. സംഭവം കൊള്ളാടാ, നമുക്ക് ചെയ്യാമേ. പക്ഷേ ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിക്കും നമ്മള്? എന്റെ 2 ഏക്കർ സ്ഥലത്ത് ഇതെല്ലാം കൊലച്ച് പൂത്ത് പഴുത്ത് കിടക്കല്ലേ രഘുചേട്ടാ. ഇത് പറിച്ച് വിൽക്കേണ്ട താമസം. പൈസ തണ്ട. കോവാല, നിനക്ക് 2 ഏക്കർ സ്ഥലോ? ഇയാളിത് എന്തൊരു പറയണ. എടോ, ഏക്കർ പോയിട്ട് പൊത്തല് വീഴാത്ത നിക്കറ് പോലും ഇല്ലാത്ത എനിക്ക് 2.5 ഏക്കർ. ഒരു മണ്ടൻ തന്നെയല്ലേടോ. അപ്പൊ നമ്മൾ എവിടെ നിന്ന് ഒപ്പിക്കും? തൂക്കണം. കണ്ട അവന്റെമാരെ അവളമാരെ പറമ്പിൽ കയറി തൂക്കണം. അതിലാണ് നമ്മുടെ മിടുക്ക്. തൂക്കാനാ? യു മീൻ മോഷണം? നോ, ഇറ്റ്സ് തെഫ്റ്റ്. വിറ്റ് തരുന്ന കാര്യം ഞാൻ ഏറ്റ്. കൂട്ടിന് വേണമെങ്കിൽ നിങ്ങളെ പുന്നാര പൂ പൈതലുകളെയും കൂടെ കൂട്ടിക്കോളൂ, നന്നായിരിക്കും. 2000 മൊത്തത്തിൽ ഒരു 10000 ബക്സ് തടയാൻ ചാൻസ് ഉണ്ട് കേട്ടാ. എല്ലാ മാസവും വിഷു ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമുക്കേ ഒരു ബക്കറ്റ് കൊണ്ട് ഇറങ്ങിയാല, അതാവുമ്പോ നാട്ടുകാരിന്ന് മൊത്തം വിഷു കഴിഞ്ഞിട്ട് മാറ്റുകയും ചെയ്യാം. അത് കൊള്ളാം. വാ.
വിഷുവാണ് നാളെ. നിർധനായ രഘുവിന് വേണ്ടി എല്ലാവരും കൈനീട്ടം തന്ന് സഹായിക്കണം. 50 രൂപയിൽ കുറയാതെ എല്ലാരും കൈനീട്ടം തരണം. പ്ലീസ് തരൂ ചേച്ചായി. മമ്മി പ്ലീസ്. ഒന്നും കേരളീയടേ. എടാ മോനെ, അച്ഛൻ എന്താണ് രണ്ടു ബക്കറ്റൊക്കെ പിടിച്ച്? ഒന്നുമില്ലേ? ഞാൻ നോക്കട്ടെ. ഇങ്ങട് കൊടുക്കലേ. രഘുവിനൊരു കൈത്താങ്. സ്വന്തം അച്ഛനെ വിറ്റിനെ നിനക്കൊക്കെ പൈസ ഉണ്ടാക്കണല്ലേ? വിഷുക്കല്ലേ അച്ഛാ, നമുക്കും ഇല്ല ആവശ്യങ്ങള്. പൈസ തന്നെ വേണം അല്ലേ? എന്നും പറഞ്ഞോണ്ട് എന്നെ നിനക്ക് കിട്ടിയോളാ? അങ്ങനെയൊന്നുമില്ല. ഒരു പൈസ സ്കീമുണ്ട്, കൂടണ. പിന്നെന്താ കൂടാ? പക്ഷേ നമുക്ക് എന്ത് തരും? കിട്ടുന്നതിൽ പകുതി. ആ പകുതിയുടെ പകുതി തരും. വാ. പരിപാടി കൊള്ളാം. രഘുവൊന്ന് മാറ്റി ജലജനാക്കിയല്ല. എടാ കോവാല, നീ ഇത് എന്തിനു കാണിക്കണ? തോട്ടിൽ മര്യാദക്ക് തൈപ്പ് കിട്ടരാ. രഘുചേട്ടൻ ഇപ്പൊ കിട്ടിത്തരാം. ഇതെന്തെങ്കിലും തീരോ? കോവാലൻ ചേട്ടന്റെ കൈ നാട്ടു നിന്ന് കളിയാണ്. രാവിലെ അടിച്ചില്ലടാ മക്കളെ, അതിന്റെ ഇതാണ്. നീ എന്തിനാ കാണിക്കണ? ഇങ്ങടുത്താണ്. ഇനി കെട്ട്. അങ്ങനെ തന്നെ വലിച്ചു കെട്ട്. ഇറുക്ക്. ഇപ്പോഴല്ലേ സെറ്റായ, ഇനി ഇത് ഒരിക്കലും അഴിയൂല. നീ എന്താ ഇത് കാണിച്ചു വെച്ചേക്കണ? തൈപ്പ് കെട്ടിരിക്കുച്ചിട്ടാ. എങ്ങനെയാ? എങ്ങനെയാ? എടാ, നീ എന്റെ കൈ കണ്ടാ കെട്ടി വെച്ചേക്കണ. അപ്പൊ തൈപ്പാ? തൈപ്പ് നിന്റെ കൈ ഇരിക്കണം. അഴിച്ചോടാ എന്നെ. അയ്യോ രഘുചേട്ടാ, എനിക്ക് കെട്ടാനേ അറിയാവൂ, അഴിക്കാൻ അറിഞ്ഞൂടാ. ബെസ്റ്റ്. മക്കളെ, ആ പിച്ചാത്തി വെച്ച് അറുത്താടാ ഇങ്ങോട്ട്. പിന്നെന്തിരി പിച്ചാത്തി വെച്ചേക്കണ? മക്കളെ മുറിച്ചാടാ. ഞാൻ മുറിച്ചുതരാം. ഇപ്പൊ മുറിച്ചിരാച്ചാ. ഹായ് ചോര. അവന്റെ കൈ മുറിച്ചാ. അയ്യോ അച്ഛാ, ചോര. കൈ മുറിഞ്ഞെന്ന് തോന്നുന്നു. അയ്യോ രഘുചേട്ടാ, ചോര. ഞാൻ വേണമെങ്കിൽ മുറിവ് വെച്ച് കെട്ടിത്തരാം. ആണോ? പട്ടി എന്റെ കൈ. എടാ മക്കളെ, ഇങ്ങ് വന്നാണേ. എന്തരച്ചാ? കണ്ടാ മൂവാണ്ട മാങ്ങ കൊലച്ചിരിക്കണ. പക്ഷെ എങ്ങനെ പറിക്കും? തോട്ടം എത്തൂലല്ല. ഒരു എളുപ്പവഴിയുണ്ട്. നീ ആദ്യം ആ തെങ്ങ് കയറണം. തെങ്ങ് കയറിയിട്ട് ആ കമുകിൽ ചാടി പിടിക്കണം. എന്നിട്ട് ആ കമുക് വളച്ചേ ഇതിൽ ചാടി പിടിക്കണം. ഞാൻ എന്തരച്ചാ, ടാർസനാ? പറ്റൂലടാ. പറ്റും. മാവില് കയറേണ്ട ആവശ്യമൊന്നുമില്ല രഘുചേട്ടാ. മാങ്ങയെല്ലാം ഈ കോവല എറിഞ്ഞിട്ട് വരും. മനസ്സേ, ഒരു കല്ലും കയറാ. ഓ നനീ ചേട്ടാ. കിടക്കണം. എന്തൊരു പാറ്റൻ താങ്ക. മോനെ മഹേഷേ, ചേട്ടൻ മാവിൽ കല്ലെറിയാനല്ലടാ കല്ല് ചോദിച്ചത്, അല്ലാതെ വീട് പണിക്കൊന്നും അല്ലല്ല ഇത് തരാൻ. സോറി. എല്ലാരും ശ്രദ്ധിക്കുക. രഘുചേട്ടാ, കല്ലെറിയാൻ പോവേണ്. മാങ്ങ പിടിക്കാൻ എല്ലാരും റെഡി ആയിരുന്നോ? ഓക്കെ, മാങ്ങ പിടിക്കാൻ ഞാൻ എപ്പോഴും റെഡി ആക്കോല്ല. നീ എറിഞ്ഞ് കയറ്റ്. ഓക്കെ, അപ്പൊ എല്ലാരും റെഡി ആയിക്കോ. ഓക്കെ, 1 2 3. കറക്റ്റ് ഉന്ന. മാങ്ങ വീണ. അയ്യോ എന്റെ രഘുചേട്ടൻ. അയ്യോ, ഉള്ളത് പറയാല്ല രഘുചേട്ടാ, ഇപ്പൊ നിങ്ങളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അച്ഛന് ഏറെ കിട്ടിയാന്ത്? അത്യാവശ്യം വേണ്ട മാങ്ങയെല്ലാം കിട്ടിയില്ലേ? അടുത്തത് ചക്ക. ചക്കയ്ക്ക് സുധാകരന്റെ പറമ്പാണ് ബെസ്റ്റ്. എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാൻ കോവാല. പക്ഷെ രഘുചേട്ടാ, അവിടെ പോയി പട്ടിയുടെ കടി കിട്ടും. അവിടെ പട്ടിയുള്ള കാര്യവും ചക്കുള്ള കാര്യവും ഒക്കെ കോളേജിൽ എങ്ങനെ അറിയാമോ തോല്ലേ? സത്യം. എന്തൊരു ചോദ്യമാണ് മക്കളെ ഇത്. എന്റെ പൊന്നാര രഘുചേട്ടാ, നിങ്ങൾ ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല പിള്ളേർക്ക്?
ഇല്ല. പറഞ്ഞുതരാം മോനെ കേട്ടോ. നേരെ സന്ധ്യയായി കഴിഞ്ഞാൽ ഞാൻ രഘുചേട്ടനും കൂടെ കണ്ടവന്റെ പറമ്പിൽ കയറി അവിടെയുള്ള ചക്ക, മാങ്ങ, തേങ്ങ, ചീര, പയറ് എന്ന് പറഞ്ഞ എല്ലാ സാമഗ്രികളും രഘുചേട്ടനിൽ എക്സ്പേർട്ടാണ് അല്ലേ? പട്ടികളെ കടി, നാട്ടുകാരെ അടി, പയറ് നിറച്ച് തെറി, അങ്ങനെ എന്തൊക്കെ കിട്ടിയിരിക്കണ് അല്ലേ രഘുചേട്ടാ? പറഞ്ഞു കൂടെ അങ്ങോട്ട്, പിള്ളേരറിയട്ടെ. അച്ഛാ, അപ്പൊ നിങ്ങളൊരു സ്ഥിരം മോഷ്ടാവായിരുന്നല്ലേ? അത് പിന്നെ മക്കളെ പ്രത്യേക സാഹചര്യത്തില്. ആ മനെ 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 അങ്ങനെ പറഞ്ഞ ആക്ഷേപിക്കരുത്. കോളിമസ് തീഫ് ഒരു ചോർ, അത് കേൾക്കാൻ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു സുഖമുണ്ട് അല്ലേ? അയ്യോ എവിടെയാ ചക്ക നിക്കണ? കേറി കേറി വന്ന ചക്ക കാണാനില്ല. കുറച്ചുകൂടെ മോളിൽ കേറച്ചാ. കേറി കേറി ഞാൻ ബഹിരാകാശത്തെത്തി. ഇനി എങ്ങോട്ട് കേറാൻ? കോവാല മോനെ, നീ എങ്ങനെ പറഞ്ഞോടാ ഒന്ന്? ഇത് ഏത് മനസ്സിൽ നിങ്ങൾ വലിഞ്ഞു കേറിയത്? പ്ലാവില്. തെങ്ങി കയറിയത് പ്ലാവെന്നാ? തെങ്ങായിരുന്നാ? തെങ്ങ യവന്മാരെണ്ണോണ പറഞ്ഞു തന്നത്. ഇത് പ്ലാവാണ് കേറാൻ വേണ്ടി. ഇരുട്ടത്ത് എനിക്ക് കണ്ണു കാണാനും വയ്യ. സ്വാഭാവികം, നിങ്ങളെ മക്കളല്ലേ രഘുചേട്ടാ? ഇല കണ്ടപ്പോ പ്ലാവാണ് തെറ്റിദ്ധരിച്ച. ഇറങ്ങി വരട്ട പട്ടികളെ. ഇത് എങ്ങനെ കയറിയത് തിരിച്ചിറങ്ങാനും വയ്യല്ല. അതിവിടെ ഒരു വെടി ശബ്ദം. വിഷു ഒക്കെ അല്ലേ അച്ഛാ? ആരെങ്കിലും പടക്കം പൊട്ടിച്ചതായിരിക്കും. വിഷു. അതെവിടെന്ന്? യാത് പട്ടികളാ എന്റെ പറമ്പിൽ കയറി തേങ്ങ പൊട്ടിക്കണ. ഇതെവിടെന്ന്? ഈശ്വരോ, ലെഫ്റ്റനന്റ് കേണൽ റിച്ചാർഡ് ഫിലിപ്പ്. റിച്ചാർഡാ? എവിടെ? എല്ലാത്തിനും ഞാൻ വെടിവെച്ച് മലത്തോടാ. അയ്യോ, ഞാൻ വെടിവെക്കിടും. ശിവനെ, എടാ ഇറങ്ങി ഓടിക്കോടാ. അയ്യോ, അവന്മാര് ഓടി രക്ഷപ്പെട്ട. ഇനി ഇവിടെ നിന്ന് എന്റെ മൂട്ടിൽ ഉണ്ട കയറേ ഉള്ളൂ. അയ്യോടാ, ഓടലേടാ, എന്നെ ഇവിടെ കൊണ്ടുപോടാ കോവാല. രഘുചേട്ടാ, എന്തായാലും ഇപ്പൊ തെങ്ങിലല്ലേ ഇരിക്കണ. രണ്ട് കരിക്കൊക്കെ കുടിച്ച് ചില്ലായിട്ടിരിക്കും കേട്ടാ. ഞാൻ പോണേ. പോടാ പട്ടിയാ. ഹാപ്പി വിഷു. എല്ലാത്തിനും ഞാൻ ഓടി രക്ഷപ്പെടാ. ഉണ്ടിൽ സോദറിച്ചിട്ട് പോടാ. നില്ലടാ. റിച്ചാർഡേ, കൊല്ല.